ഇന്ധന കയറ്റുമതി തീരുവ കുറച്ച കേന്ദ്രം പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പെട്രോളിന്റെ കയറ്റുമതി തീരുവ 3 രൂപയിൽ നിന്നും 1.5 രൂപയാക്കിയും അതുപോലെ ഡീസലിന്റെ കയറ്റുമതി തീരുവ 16.5 രൂപയിൽ നിന്നും 13.5 രൂപയാക്കിയും ഈ വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ അത് 16 രൂപയിൽ നിന്നും 9.5 രൂപയുമാക്കിയിട്ടാണ് ഇപ്പോൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ റിഫൈനറികൾക്ക് കയറ്റുമതി വീണ്ടും നടത്തിക്കൊണ്ട് അതിൽ തന്നെ ലാഭം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവർ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്, നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മാർച്ച് 27-ാം തീയതിയാണ് വലിയ തോതിൽ ഈ സംഘർഷമെല്ലാം തന്നെ പടർന്ന ഒരു സാഹചര്യത്തിൽ ഇന്ധന വില അന്താരാഷ്ട്ര മാർക്കറ്റിലും കുതിച്ചുയർന്നതോടെ ഇന്ത്യയിൽ അധിക തീരുവ ഏർപ്പെടുത്തി പരമാവധി ഇന്ധനം അത് ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടി സജ്ജീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി എണ്ണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ മറ്റൊരു സന്ദേശം കൂടിയാണ് കേന്ദ്ര സർക്കാർ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിലവിൽ എണ്ണക്ഷാമമില്ല എന്നുള്ളൊരു സന്ദേശം കൂടി നിലവിൽ എന്തായാലും കേന്ദ്രം ഈ ഒരു നടപടിയിലൂടെ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ മുതലാണ് പുതുക്കിയ കയറ്റുമതി തീരുവ പ്രാബല്യത്തിൽ വരിക. മാത്രമല്ല 2 ആഴ്ചത്തേക്കാണ് ഈ പുതിയ വില അത് നിജപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ കയറ്റുമതി തീരുവയെ സംബന്ധിച്ച് 2 ആഴ്ച കൂടുമ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അതുപോലെ തന്നെ എണ്ണ കമ്പനികളും ഒരു അവലോകനം നടത്തും. ആ അവലോകന ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും പിന്നീടുള്ള 2 ആഴ്ച കാലത്തേക്ക് ഏത് തരത്തിൽ വേണം ഈ വില എന്നുള്ള കാര്യം നിശ്ചയിക്കാനായിട്ട്. എന്തായാലും ഇപ്പോൾ ഈ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കയറ്റുമതി തീരുവയിലും ഇന്ത്യയിൽ റിഫൈനറികൾക്ക് ഇളവായിക്കൊണ്ടിട്ടുള്ള ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.